എന്ത് പരിപാടിയാണ് കാണിച്ചത്? മോനെ അത് പോയ നന്നായി. ഇത് കൊള്ളാം. ഇത് തന്നെ നീ ജിമ്മിയോടും കൂടെ ഒന്ന് പറയണം. നല്ലൊരു ദിവസമായിട്ട് അവന്റെ വായന കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാ. യു ഗോട്ട് മൈ പോയിന്റ്. ആ അവൻ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞു കാണില്ലല്ലേ? ആ നമ്മളൊരു തീരുമാനമെടുത്ത് ഫിദയുടെ വീട്ടുകാരോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. ദേഷ്യം വരില്ലേ? നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പുറത്തു പോയിക്കായിരുന്നു. എന്നിട്ട് കാര്യം നടന്നോ? നടന്നു. ദൈ പഠിത്തത്തിലാണ്. നിനക്കിപ്പോഴും ആ പഴയ പെങ്കൊച്ചോട്ട് ബന്ധമുണ്ടോ? ഞങ്ങളൊന്ന് കണ്ടെന്നുള്ളൂ. വെറുതെ ഒരു കാഷ്വൽ മീറ്റിംഗ് അത്രേ ഉള്ളൂ. ഞാൻ പോയി ഒരു ഷെയ്ക്ക് അടിച്ചിട്ട് വരാം. മൊത്തത്തിലൊന്ന് തണുക്കേണ്ട ആവശ്യമുണ്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെയായിട്ട് ഒന്നും പഠിക്കരുത്. വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ജീവിതം കളഞ്ഞു. അതിനിപ്പോ ഇവിടെ തന്നെ ഇത്ര ഉറച്ചൊരു ബന്ധം നീ എന്താ വേണ്ടെന്ന് വെച്ചത്? കല്യാണത്തിന്റെ കാര്യമല്ലേ, ആലോചിച്ച് തീരുമാനിക്കാന്ന് വിചാരിച്ചു. ഓ, അല്ലാതെ അവളെ കൊണ്ടോണ്ടല്ല. വാ തുറന്ന് ഉത്തരം പറയടാ. ഞാൻ പറഞ്ഞല്ലോ, കാണാൻ വേണ്ടി പോയതല്ല. എടാ, കുറച്ച് ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നാഷണൽ ലെവലിൽ അത്ലറ്റ് ആയിന നീ. എനിക്കൊന്നും ചെറുപ്പത്തിൽ ആഗ്രഹിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ളത്. അതൊക്കെ നീ കളഞ്ഞത് ആ പെണ്ണിൻ്റെ പേരിലല്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കെടുത്തെന്ന് വിചാരിച്ചപ്പോൾ ഉടനെ ആ പെണ്ണിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു. പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? അത്രയ്ക്ക് ഫുള്ളാണോ നീ? അതെ, ഞാൻ ഫൂളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചിലവഴിച്ച ഞാൻ ഫൂളാണ്. ഞാൻ പറഞ്ഞു ബാബുജി എനിക്ക് അത്ലറ്റ് ആവണമെന്ന്. എനിക്കെന്താ വേണ്ടതെന്ന്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്നോ നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഫിനിഷിംഗ് ലൈനിൽ കയ്യും വിരിച്ച് വരുന്ന സന്തോഷം എന്ന് വിചാരിച്ച ഫൂളാണ് ഞാൻ. ഓരോ തവണ മീറ്റിന് ട്രാക്കിൽ ഇറങ്ങുമ്പോഴുണ്ടല്ലോ പേടിയാണ്. എങ്ങനെ രണ്ടാമതായി നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തിട്ട്. ആ എൻ്റെ ഇമോഷനും ആഗ്രഹവും മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നവളാണ് അവള്, നിത്യ. എല്ലാം തകർത്തിട്ട് വന്നിട്ട് അവസാനം വർത്താനം പറയരുത്. ഞാൻ എന്ത് തകർത്തെന്നാ നീ പറയുന്നത്? അവനവൻ്റെ കുറ്റം മറ്റുള്ളവൻ്റെ തന്നെ കെട്ടിവെക്കരുത്. എനിക്ക് നിത്യനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. നിങ്ങളന്ന് വന്ന് തല്ലിയ തല്ലില്ലേ, അതിലെല്ലാം പോയി. വാപ്പിയമ്മ ആകുമ്പോഴേ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ശാസിക്കുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ മറുപടി പറയേണ്ടതേ 10-15 കൊല്ലം കഴിഞ്ഞിട്ടല്ല. നീ വാ തുറന്ന് ചോദിച്ചിട്ടുള്ള ഏത് കാര്യമാണ് ചെയ്യാതിരുന്നിട്ടുള്ള ഞാൻ? നീ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ ചെലവിലാണ്. നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടി കുറെ കാറ് വാങ്ങിച്ച് മുറ്റത്ത് കൂട്ടിയിട്ടുണ്ട്. മര്യാദയ്ക്കൊന്ന് തുപ്പാൻ പോലും സ്ഥലമില്ല. ഈ കൊച്ചിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല. നീ എന്ത് കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ നിന്റെ ജീവിതം തെളിച്ചു എന്നല്ലേ? നാണമില്ലട നിനക്ക് ഇതൊക്കെ പറയാൻ. വാപ്പച്ചി ചോദിച്ചപ്പോ അറിയാണ്ട് പറഞ്ഞു ഇതാ. ചിക്കാക്ക എങ്ങോട്ടാ? ഞാൻ ഗ്യാരേജിലേക്ക്, അവിടെ നിന്ന് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഇവിടെ ഇരുന്നും ചെയ്യാലോ. അതൊന്നും ശരിയാവില്ലെന്നേ. അതൊന്നും ശരിയാവത്ത. മയ്യ വാശി പിടിക്കല്ലേ. ഞാൻ ഒരു കാര്യമില്ല ഒന്നും പറയില്ല എന്ന് അറിഞ്ഞൂടെ? ചിക്കാക്ക ഇനി എപ്പോഴാ കാണാ? ഞാൻ എവിടെ പോനാ? മൈക്കുട്ടി വിളിച്ചാൽ ഞാൻ ഓടി വരില്ലേ? ഷോറൂമിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാലോ. ഏട്ടാ നീ എങ്ങോട്ടാ ഈ പോണേ? ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ലമ്മ. അത് വാപ്പച്ചി ദേഷ്യം വന്നപ്പോ പറഞ്ഞല്ലേ മോനെ. എന്ന് വെച്ചേ വാപ്പച്ചിക്ക് മാത്രമല്ല ദേഷ്യമുള്ളത്. മോനെ ചിക്കാക്ക ഇനി പോണോ? ചിക്കാക്ക പോയാലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോയിട്ട് വരാം.
നിങ്ങളുടെ പഴയ മുരട്ട സ്വഭാവമൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചേ. ഞാനും. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി പെട്ടെന്ന് വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മാറാൻ? അല്ല, കുറച്ചാളായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ സാഹചര്യം തോന്നപ്പോ ഇതിവിടെ കൊണ്ടിട്ട് കാര്യം സലാവുവിനോട് പറഞ്ഞു. പറയണം. ഒരു കാര്യം ചെയ്യേ, ബാക്കി ക്യാഷ് കൊടുത്ത് ഈ സ്ഥലം തീർപ്പാക്കാൻ നോക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പം അത് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്കിളിന് അറിയാലോ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വിലയിട്ടിട്ട് ഈ വണ്ടികളൊക്കെ ഞാൻ എടുക്കാം. സലാവിന് കൊടുത്ത 10 ഞാൻ തരാം. പിന്നെ കച്ചവടം ഞാനും സലാവും തമ്മിലായല്ലോ. ജിമ്മിയുടെ തൽക്കാലത്തെ പ്രശ്നവും തീരും. എന്തേ? അല്ല അച്ഛൻ അങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. മുമ്പത്തെ പോലെയല്ലല്ലോ ഇപ്പൊ കാര്യങ്ങള്, അല്ലേ ജിമ്മി? അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്കിൾ കൂടെ ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി ജിമ്മി ആലോചിച്ച് പറയും. ആടാ, പേടിക്കണ്ട, അച്ഛനോട് ഞാൻ ഒന്നുടനെ സംസാരിച്ചു നോക്കാം. എപ്പോ ചെന്നിട്ട് എന്നാ പോ. വെള്ളം കുടിക്കേ. ജിമ്മി, ഞാൻ തിരിച്ചു വിളിക്കാട്ടോ.